Hello guys, welcome to VJ Chill Bros. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറയുമ്പോൾ ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി. അപ്പോൾ എല്ലാ നോമ്പുകളൊക്കെ തീരാറായിട്ടുണ്ട്, എല്ലാ കാസ്റ്റിൻ്റെയും. അപ്പോൾ അങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ റൈസ് സെപ്പറേറ്റ്, ചിക്കൻ സെപ്പറേറ്റ് ഒക്കെ ആയിട്ടാണ് ഉണ്ടാക്കാറ്. അതാകുമ്പോൾ സാധാരണ 2-3 ദിവസമൊക്കെ ഇങ്ങനെ കുറേശ്ശെ എടുത്ത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഞാനെടുത്തിട്ടുള്ള ഒരു 2 കോഴിയാണ്. 2 കോഴി എന്ന് പറയുമ്പോൾ ഒരു 3 കിലോയുടെ അടുത്തൊക്കെ വരുന്ന അധികം തൂക്കമില്ലാത്ത കോഴിയാണ്. അതിൽ ആഡ് ചെയ്യുന്നത് ടർമറിക് പൗഡറാണ്, മഞ്ഞൾപ്പൊടി ഒരു 3-4 ടീസ്പൂൺ ആഡ് ചെയ്യുക. കൂടുതൽ ആഡ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ടീസ്പൂണ് റെഡ് ചില്ലി പൗഡർ, പിന്നെ ഉപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ചിക്കനിലേക്ക് നല്ലോണം ആ പൊടി മിക്സ് ചെയ്യുക, ഉപ്പ് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കറിവേപ്പില ആഡ് ചെയ്യുക. കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ചെറിയ മിക്സിയുടെ ജാറിൽ ഒരു 2 സബോള, ഒരു 3-4 പച്ചമുളക്, ഒരു 5-8 വെളുത്തുള്ളി, അതേപോലെ 2 ഇഞ്ചിയുടെ കഷ്ണം, പിന്നെ അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് മിക്സിയുടെ ഗ്രൈൻഡിൽ മിക്സ് ചെയ്ത് ഈ ചിക്കൻ്റെ പേസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. വേറെ ഇനി നമ്മൾ ചേരുവകളൊന്നും ആഡ് ചെയ്യുന്നില്ല, ഇത്രയുള്ളൂ. ഇതൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക, അത്രയുള്ളൂ. പിന്നെ അടുത്തത് നമ്മുടെ വെജിറ്റബിൾസാണ്. ഒരു 5-8 സബോള, നാടൻ മുളക്, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക്കും ഒരു 2 തക്കാളി. അടുത്തത് ഒരു മൺചട്ടിയിൽ 1 കപ്പ് വെളിച്ചെണ്ണേക്കാളും കൂടുതൽ എടുത്തിട്ടുണ്ട്. അതിൽ വേറെ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അരച്ച് പേസ്റ്റ് ആഡ് ചെയ്യുക. അടുത്തത് ഒരു 8 സബോള എടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്യുക. സബോള കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, കാരണം 3ൻ്റെ മുകളിലുള്ള കോഴി ആയ കാരണം കൊണ്ട് സവോള കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ആഡ് ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അത് ഓപ്ഷനിലാണ്. വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. മക്കളെ ഒരു ഇത് കിട്ടി, ഞാനിത് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് കണ്ടത്. വീഡിയോ പ്ലേ ആയിരുന്നില്ല, ഒരു കോൾ വന്നപ്പോൾ അത് കട്ടായതായിരുന്നു. അപ്പോൾ അതിൽ വേറെ ഒന്നുമില്ല, കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ നാടൻ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുക. ഒരു ബ്രൗണിഷ് കളറാവണ വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി അടുത്തത് പൊടികളാണ്. അതിലൊരു 4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂണ് റെഡ് ചില്ലി പൗഡർ, 2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് പെപ്പർ പൗഡർ. പിന്നെ അതിൽ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൊടിയും ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ അതും കൂടിയും ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആ പൊടികളെല്ലാം മിക്സ് ചെയ്യുക. ഒരു ബ്രൗണിഷ് കളർ ആവണ വരെ ഇളക്കിക്കൊണ്ടിരിക്കുക, അടി പിടിക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അടുത്തത് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അത് മിക്സ് ചെയ്യുക. അടുത്തത് തക്കാളിയാണ്, ടൊമാറ്റോ ഒരു 3 അല്ലെങ്കിൽ 2. ഞാനിതിൽ 2 എടുത്താണ്, അത് വലിയ തക്കാളിയാണ്, അത് ആഡ് ചെയ്യുക. തക്കാളി ജസ്റ്റ് ഒന്ന് വരട്ടി വന്നതിന് ശേഷം 1 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 1 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പായാലും കുഴപ്പമില്ല. 1 കപ്പ് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. ഞാൻ പിന്നെ വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളം കൂടി എടുക്കുന്നുണ്ട്. ഞാൻ മൺചട്ടിയിൽ വെക്കുന്ന കാരണം പെട്ടെന്ന് വറ്റി പോവും. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതിനി തള വരുമ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു അരമണിക്കൂർ മാരിനേറ്റൊക്കെ ചെയ്തിട്ട്, അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അത് ആഡ് ചെയ്യുക. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് മൂടി വയ്ക്കുക. അത്രയുള്ള പരിപാടി. ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വയ്ക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ മൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ അടി പിടിക്കുകയെ.
അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തേക്കുക. പിന്നെ വീണ്ടും ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ വീണ്ടും മൂടിയിട്ടിട്ട് കുക്ക് ചെയ്യുക. പക്ഷേ എൻ്റെ മൂത്ത കോഴിയില്ലാത്ത കാരണം പെട്ടെന്ന് വേവും. അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ വേവായിരിക്കും. എന്തായാലും ഒരു 20 മിനിറ്റ് എന്തായാലും വേണ്ടി വരും ഇത് വെന്തൊന്ന് ഗ്രേവിയും കാര്യങ്ങളൊക്കെ വിട്ട് വരാൻ. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് വേവിക്കുക ഒരു 10 മിനിറ്റ്. പിന്നെ ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല. എന്താണെന്ന് അറിയില്ല, കോഴി വേവാൻ കുറച്ച് താമസം എടുത്തിട്ടുണ്ട്. ഒരു 20-25 മിനിറ്റിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേവുമ്പോൾ അതിൻ്റെ മുകളിൽ മല്ലിയില ആഡ് ചെയ്യുക. പിന്നെ വീണ്ടും മൂടിയിട്ട് ലാസ്റ്റ് ഒരു 5 മിനിറ്റ് ക്ലോസ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് ഉണ്ടാക്കാനുള്ളത് റൈസിലേക്കുള്ളത് ഐറ്റംസുകളാണ്. 2 സബോള നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, മസാലകൾ എടുത്തിട്ടുണ്ട്, കാഷ്യൂനട്ട്, ഗ്രേപ്സ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്, കറിയാമ്പൂ, ഏലക്ക, പട്ട, അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് 3-4 പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം നല്ല ജീരകമാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനത് സ്കിപ്പ് ചെയ്തതിന് ശേഷം പിന്നീടാണ് ഇട്ടത്. അത് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ സബോള ആഡ് ചെയ്തു. ഒരു സബോള നീളത്തിലറിഞ്ഞത്, പിന്നെ ഒരു സബോള വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ക്യാരറ്റാണ്, ഒരു 2 ക്യാരറ്റ് സ്ലൈസ് ചെയ്തിട്ടുള്ളത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മുഴുവൻ കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് ബ്ലാക്ക് പെപ്പർ, 2 ബേ ലീവ്സ് ആഡ് ചെയ്യുക. പിന്നെ ഞാൻ ബിരിയാണിയിൽ ഈ ഏലക്ക, ഗ്രാമ്പൂ, പട്ട അതൊക്കെ കടിക്കുമ്പോൾ ഒരു അസ്വസ്ഥത പോലെ തോന്നും. അപ്പോൾ ഫ്ലേവർഫുള്ളായിട്ട് ഇൻഫ്ലുവൻസർ യൂസ് ചെയ്യുന്നുണ്ട്. ലീഫ് ഇൻഫ്ലുവൻസർ ടീ എന്ന് പറഞ്ഞിട്ടൊക്കെ ആമസോണിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അത് നോക്കുക. ഇതിലിപ്പോൾ എല്ലാം ഞാൻ മസാലകളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ട് ആ കുക്കിംഗ് റൈസിൻ്റെ ഒപ്പം ഇത് വെറുതെ ഹാങ് ചെയ്തിടും. അപ്പോൾ അതങ്ങനെ വെക്കുക. പിന്നെ വെള്ളം ആഡ് ചെയ്യുക. ഇപ്പോൾ ഞാനിതിൽ 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 8 ഗ്ലാസ് വെള്ളം. എത്ര എടുക്കണം അതിന് ഇരട്ടി വെള്ളമായിരിക്കണം. കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3 ടീസ്പൂണിൻ്റെ അടുത്ത് കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. എപ്പോഴും വെള്ളത്തിൻ്റെ പൊടിക്ക് മേലെ ആയിരിക്കണം ഉപ്പ്. റൈസ് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഉപ്പ് പൊടിക്ക് നിൽക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് ലെവലിലേക്ക് ആക്കിയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യുക. പുതിന ഇല എടുത്തിട്ടുണ്ട് ഒരു 4-5 എണ്ണം. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഞാനിതിൽ വേറെ ഫ്ലേവറോ അല്ലെങ്കിൽ എസൻസോ അതൊന്നും ആഡ് ചെയ്യുന്നില്ല എക്സ്ട്രാ. അപ്പോൾ പുതിന ഇല, മല്ലിയില അതിൻ്റെ നെയ്യിൻ്റെ ഒക്കെ ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ഒരു 3 സ്ലൈസ്ഡ് ലെമൺ ആഡ് ചെയ്യുന്നുണ്ട്. അത് നല്ലോണം ഇളക്കിക്കൊണ്ട് മിക്സ് ചെയ്യുക. 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, ബാസ്മതി റൈസ്. അതിന് 8 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ട് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം അരി ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ലാസ്റ്റത്തെ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ അടുത്ത് വരും. അപ്പോൾ ലാസ്റ്റത്തെ ഒരു സ്റ്റേജിൽ വരുന്നതിന് മുന്നേ 80% അരി ആവുമ്പോൾ അതിൽ വറുത്തിടുന്ന സബോള ആഡ് ചെയ്യുക, ഗ്രേപ്സ് ആഡ് ചെയ്യുക, പിന്നെ ഇൻഫ്യൂസർ എടുത്ത് കളയുക. അത് മസാലയുടെ ഫ്ലേവർ മാത്രം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ മല്ലിയില ആഡ് ചെയ്യുക. മല്ലിയില ആഡ് ചെയ്തതിന് ശേഷം പിന്നെ കാഷ്യൂനട്ട് ആഡ് ചെയ്യുക. കാഷ്യൂനട്ട് ആഡ് ചെയ്തതിന് ശേഷം ഗീ ആഡ് ചെയ്യുക. ഗീ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ ലാസ്റ്റത്തെ മൂടി 5 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. സലാഡ് എടുക്കുക, അതുപോലെ തന്നെ ബിരിയാണിയുടെ റൈസ് ആഡ് ചെയ്യുക, ചിക്കൻ വേറെ. ഇതാകുമ്പോൾ നമുക്ക് ഒന്നിച്ച് ദം ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പെർ ഡേ ഒക്കെ ആണെങ്കിൽ യൂസ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരു 2-3 ദിവസമൊക്കെ വെക്കുമ്പോൾ ഈ ബിരിയാണിക്ക് ഇങ്ങനെ വീണ്ടും ടേസ്റ്റ് കൂടും. ചിക്കനൊക്കെ ഭയങ്കര ടേസ്റ്റ് കൂടും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സായിട്ടോ ഫാമിലിയൊക്കെ ആയിട്ട് പ്രസൻസിൽ ഉണ്ടാക്കി നോക്കുക, ഒക്കേഷണലിലൊക്കെ ഉണ്ടാക്കി നോക്കുക. കമൻസുകളൊക്കെ ആഡ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. So you just make it and enjoy. Stay tuned for next videos. Support us. Thank you for watching and have a nice day.